ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് രാവിലെയെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഉഴുന്ന് ദോശന്റെ റെസിപ്പിയാണ്. പിന്നെ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ തേങ്ങാ ചട്നീന്റെ റെസിപ്പിയും കൂടി ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് പുതിർത്തി വെക്കാനുണ്ട്. അപ്പൊ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഉഴുന്നാട്ടം എടുത്തത്, മുഴുവനായാലും കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കാം. ഈ അരിയും ഉഴുന്നും ഒന്നിച്ച് പുതിർത്തി വെച്ചാൽ മതി. സെപ്പറേറ്റ് അങ്ങനെ പുതിർത്തി വെക്കണം എന്നൊന്നുമില്ല. ഒന്നിച്ച് പുതിർത്തി വെച്ചാലും നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഉഴുന്ന് ദോശ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതാ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ വല്ലാണ്ട് അങ്ങ് കൂടി പോകരുത്, 1 ടീസ്പൂൺ അങ്ങനെ മതി. അപ്പൊ ഇതാ ഇത് എന്നിട്ട് നമുക്കൊന്ന് പുതിർത്തി വെക്കാം. ഞാനിപ്പം ഒരു 5 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ ഇതാ 5 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ആദ്യം തന്നെ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കഴുകി എടുക്കാം. ഒരു 1-2 വെള്ളത്തിൽ കഴുകിയിട്ട് ആ വെള്ളം മൊത്തം വാർത്തിയിട്ട് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അരച്ചിട്ടെടുക്കാം. ഞാനിപ്പം 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് അങ്ങനെ കുറേ അങ്ങനെ ഫസ്റ്റിൽ തന്നെ ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. നമുക്കിതിപ്പോൾ നമ്മളെ ഇഡ്ഡലിന്റെ മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് അങ്ങനെ മതി. അപ്പൊ ഇതാ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചിട്ടെടുക്കാം. ഞാനിതാ ഫുള്ളായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ മിക്സിന്റെ ജാറിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പം ചേർക്കണം നിർബന്ധമില്ല, നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന ആ സമയത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന മുമ്പേ തന്നെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നല്ലോണം തന്നെ മിക്സ് ചെയ്യണം. അപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം 8 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം 8 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി നോക്കാം. ഞാനിപ്പോൾ ഇത് തലേന്ന് രാത്രി അങ്ങനെയായിട്ട് അരച്ച് വെച്ചത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പൊങ്ങി അങ്ങനെ വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ പിറ്റേന്ന് രാവിലെ ഈ ഒരു രീതിയിൽ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന മുമ്പ് ഉപ്പ് ചേർത്തിട്ടില്ല എങ്കിൽ ഈ ഒരു ടൈമിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ ഈ ഒരു ഇതിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പൊ ഇതാ ഈ ഒരു ബാറ്റർ ഈ ഒരു ലൂസിലാട്ടാണ് ഉള്ളത്. നമ്മളെ ഇഡ്ഡലിനേക്കാളും കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ. ഇനിതാ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായ ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒന്ന് 1 സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതൊരു ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം വല്ലാണ്ട് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് കിട്ടൂല. അപ്പൊ ഇതാ അതിന് മേലെ കുറച്ച് ഓയിൽ ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ ഉഴുന്ന് ദോശ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തേങ്ങാ ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സീൻ്റെ ചെറിയ ജാറിൽ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇനിതാ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്ന ആ തേങ്ങൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് തേങ്ങ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഉഴുന്ന് ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.